കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ആകെ കുട്ടികൾ 63, ആൺകുട്ടികൾ 21, പെൺകുട്ടികൾ 42. ഉപരിപഠന യോഗ്യത നേടിയവരുടെ എണ്ണം 52. വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പോൾ അവിടെയും 2% വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള. ആകെ കുട്ടികൾ 25,494. ആൺകുട്ടികൾ 14,829. പെൺകുട്ടികൾ 10,665. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 12,982. വിജയശതമാനം 50.92. വളരെ കുറവാണല്ലേ ഈ പ്രൈവറ്റ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമാണെന്നാൽ കഴിഞ്ഞ വർഷം 46.52. 4% വർധനവ് ഈ സ്കോൾ കേരള വഴി പരീക്ഷ എഴുതിയ കുട്ടികൾക്കുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 537. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ. ആകെ കുട്ടികൾ 41,076. ആൺകുട്ടികൾ 28,000. പെൺകുട്ടികൾ 13,076. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 14,595. വിജയശതമാനം 35.53. കഴിഞ്ഞ വർഷം 21.45. അപ്പോൾ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ സെക്ഷനിൽ നമുക്കുണ്ടായിട്ടുള്ളത്. 21, 35, 15%, 14%. ഇനി എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 4,40,579. എല്ലാ വിഭാഗത്തിലുമായി ആകെ പരീക്ഷ എഴുതിയത്. അതിൽ ആൺകുട്ടികൾ 2,23,613. പെൺകുട്ടികൾ 2,16,966. ഇതിന്റെ മറ്റു വിവരങ്ങൾ. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല ഒരു സർപ്രൈസാ, ഇടുക്കി. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല 84.64. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂള് കാസർഗോഡ് ശതമാനം 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾ 76. അതിൽ സർക്കാർ സ്കൂളുകൾ 9, എയ്ഡഡ് സ്കൂളുകൾ 24, അൺഎയ്ഡഡ് സ്കൂളുകൾ 30, സ്പെഷ്യൽ സ്കൂളുകൾ 13. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 68,410. 100% വിജയം കരസ്ഥമാക്കിയ ആകെ സ്കൂളുകൾ 76, 76. പിന്നെ അതിന്റെ കാറ്റഗറിയാണ് സർക്കാർ സ്കൂൾ 9, എയ്ഡഡ് സ്കൂൾ 24, അൺഎയ്ഡഡ് സ്കൂൾ 30, സ്പെഷ്യൽ സ്കൂൾ 13. കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിൽ 68,410. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വയനാട് 9,289. മുഴുവൻ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം, അതായത് 1,200-ൽ 1,200 മാർക്കും നേടിയ അതിമിടുക്കരും മിടുക്കികളുമായ കുട്ടികൾ 1,200-ൽ 1,200 60. അതിൽ ആൺകുട്ടികൾ 10. അവിടെയും അത് പ്രകടമാണ്. പെൺകുട്ടികൾ 50. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷം ഈ മുഴുവൻ സ്കോർ ലഭിച്ച കുട്ടികൾ 41 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തവണ 60 പേരുണ്ട്. മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. 30,561 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. ഇത് കഴിഞ്ഞ വർഷം 30,145 ആയിരുന്നു.
ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, കൂടുതലാണ്. ഇതിലിനി പെൺകുട്ടികൾ 23,095, ആൺകുട്ടികൾ 7,466. അവിടെയും ആ ഒരു വലിയ അന്തരമുണ്ട്. സയൻസ് 22,970, ഹ്യൂമാനിറ്റീസ് 2,327, കൊമേഴ്സ് 5,264. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹരാക്കിയ ജില്ല മലപ്പുറം 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്, 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സ്കൂൾ, ജില്ല കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളിലേക്ക് വരികയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിൽ 835 പേർ. വിജയശതമാനം 85.39. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ, അതും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി, മലപ്പുറം 835 പേർ. വിജയശതമാനം നേരത്തെ പറഞ്ഞ പോലെ 85.39. SC വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 33,591. വിജയിച്ചവർ 19,802. വിജയശതമാനം 58.95. SC ആണ് ഇപ്പോൾ പറഞ്ഞത്. അതൊക്കെ ഇനിയും നമുക്ക് ഉത്സാഹിച്ച് ഒന്നുകൂടി ഉയർത്തേണ്ടതുണ്ട്. ST വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 4,895. വിജയിച്ചവർ 3,198. വിജയശതമാനം 65.33. ഇതിൽ ചില മേഖലയിലൊക്കെ 100% ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്റെ മണ്ഡലത്തിലെ അട്ടപ്പാടിയിലെ MRSലൊക്കെ 100%. വ്യക്തിഗതമായ പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3:30 മണി മുതൽ സമയമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാകും. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫൈൻ ഇല്ലാതെ 1/6/2026, ഫൈനോടുകൂടി 3/6/2026. സേ പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ്. നേരത്തെ പറഞ്ഞതാ. മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും 3/6/2026 ആണ്. പിന്നെയുള്ളത് റിസൾട്ട് ലഭ്യമാകുന്ന വെബ്സൈറ്റുകളാണ്. www. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.